പൊന്നാനി കോടതി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പുതിയ കെട്ടിടത്തിനുള്ള നീക്കം വേഗത്തിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടത്തിന്റെ അപകടാവസ്ഥ നേരിട്ടറിയാൻ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പൊന്നാനിയിലെത്തി. സ്ഥലം സന്ദർശിച്ച ഹൈക്കോടതി ജഡ്ജിക്ക് മുന്നിൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്തി അഭിഭാഷകർ. അപകടാവസ്ഥ ബോധ്യമായതിനെ തുടർന്ന് കോടതി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറാനും നിലവിലെ കെട്ടിടത്തോട് ചേർന്ന സ്ഥലത്ത് കോടതി കോംപ്ലക്സ് നിർമ്മിക്കാനും തീരുമാനമായി മുന്നോട്ടു പോകുമെന്ന് ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞു. പ്രതിദിനം നൂറുകണക്കിന് പേർ വരുന്ന കോടതി കോംപ്ലക്സിൽ സുരക്ഷയില്ലെന്നും ജീവനക്കാർക്ക് ഷോക്കടിക്കുകയാണെന്നും കോടതി ഫയലുകൾ മഴ നനഞ്ഞ് നശിക്കുകയാണെന്നും ജഡ്ജിയോട് അഭിഭാഷകർ പറഞ്ഞു. PWD കെട്ടിട വിഭാഗം നിസ്സഹകരണമാണ് തുടരുന്നതെന്നും കോടതിയാണ് പോലും എന്ന് പരിഗണിക്കാതെയാണ് PWDയുടെ നിസ്സഹകരണമെന്നും പരാതി ഉയർന്നു. കോടതിയുടെ ശോചനീയാവസ്ഥ ബോധ്യപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് കോടതി കെട്ടിടം അടിയന്തരമായി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി. പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ കോടതി പ്രവർത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നും നിലവിലെ കോടതിക്ക് പിൻഭാഗത്തെ റവന്യൂ ഉടമസ്ഥതയിലുള്ള 39 സെന്റ് സ്ഥലത്തിന് അനുവദനീയ അനുമതി നൽകി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള കാര്യം പരിഗണിക്കുമെന്നും ഉറപ്പു നൽകി. കോടതിയുടെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1855 ഒരു കെട്ടിടമാണ്. അതിൻ്റെ ആയുസ് പരമാവധിയിലപ്പുറമായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ കോർട്ട് പ്രവർത്തിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാരും സ്റ്റാഫും കക്ഷികളും ബാർ അസോസിയേഷനും എല്ലാം കൂടി ഇതിനകത്ത് കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കോടതിയെ ഒന്ന് മാറ്റിവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിനെ പറ്റി ബാർ അസോസിയേഷനും ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർമാരൊക്കെ ഇടപെട്ടനുസരിച്ചാണ്. ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനോടൊപ്പം പി നന്ദകുമാർ MLA, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സനൽകുമാർ, ഫാസ്റ്റ് ട്രാക്ക് ജില്ലാ ജഡ്ജ് സുബിത ചിറക്കൽ, മുൻസിഫ് മജിസ്ട്രേറ്റ് സൗമ്യ, സിവിനുസ് പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ വരുന്നു. ഷോറൂമിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 29 കാലത്ത് 11 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് 10,000 രൂപ സമ്മാനം. കൂടാതെ 2 പേർക്ക് 3,000 രൂപയുടെ പർച്ചേസ് വൗച്ചറും 3 പേർക്ക് 1,000 രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുന്നു. രാവിലെ 11 മണിക്ക് സോഷ്യൽ മീഡിയ താരങ്ങളായ മുനീറും ഫാറൂഖും നിങ്ങളെ നേരിൽ കാണാൻ എത്തുന്നു. വൈകിട്ട് 4 മണിക്ക് സോഷ്യൽ മീഡിയ താരങ്ങളായ ലാലയും നസീർ സിക്കുവും നിങ്ങളെ കാണുവാൻ എത്തുന്നു. ഏവർക്കും സ്വാഗതം. വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.